സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ബീഫ് ബോൺ മാരോ സൂപ്പ് ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 800 ഗ്രാം ബോണാണ്. 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് കാട്ട്ലേജ് വരുന്ന ഇതേപോലത്തെ ഒരു ബോൺ എടുത്തിട്ടുണ്ട്. മറ്റൊന്ന് നല്ല ബട്ടറി ആയിട്ടുള്ള മാരോ എല്ലാം വരുന്ന ടൈപ്പ് ബോണും എടുത്തിട്ടുണ്ട്. ഒന്ന് ഇത് പ്രഷർ കുക്കറിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അതിന് മുൻപ് ഓപ്ഷനിലായിട്ട് ചെയ്യുന്ന പരിപാടി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ലാത്ത നോർമലായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. 1 ടീസ്പൂണോളം മതി. കൂടുതൽ 1 നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്ത് ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്നുകൂടി നന്നായിട്ട് എൻഹാൻസ് ആയി വരും. അതിന് വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി 200 ഡിഗ്രിയിൽ അരമണിക്കൂറോളം അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബേക്ക് ചെയ്ത ബോൺസ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോൺസ് പതിയെ എടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബേക്ക് ചെയ്ത ട്രേയിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അകത്തുള്ളതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുകൂടി ആ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഒരു മീഡിയം വലുപ്പമുള്ള സവാള 100 ഗ്രാമോളം നന്നായിട്ട് ചോപ്പ് ചെയ്ത്, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 8 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ബേക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷനിൽ മാത്രമാണ്. ബേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബോൺസ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ 6 to 8 വിസിലും ലോ ഫ്ലെയിമിൽ വെച്ച് 25 മിനിറ്റും അതിനുശേഷം കുക്ക് ചെയ്ത ശേഷം തുറന്നു നോക്കാം. അരമണിക്കൂറിന് ശേഷം പ്രഷറെല്ലാം സെറ്റിലായ ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ബ്രോത്ത് മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മാരോ സെപ്പറേറ്റ് മാറ്റി അതിൻ്റെ അകത്തുനിന്നുള്ളതെല്ലാം എടുക്കണം പുറത്തേക്ക്. അടുത്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് 12 എണ്ണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അടുത്ത സാധനം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വന്നാൽ അതിലേക്ക് 50 ഗ്രാം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ചുവന്നുള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് കുക്ക് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ചുവന്നുള്ളി അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക, കട്ട പിടിക്കാതിരിക്കാൻ. ഇതൊരു തിക്നെസ്സിന് വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. ഇനി മൈദ വേണ്ട, ഫുള്ളി ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളതൊക്കെ അത് ഒഴിവാക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് 700 to 1 ലിറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൂപ്പിൻ്റെ ആ ഒരു ബ്രോത്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ആ മാഷ് ചെയ്ത് മാറ്റി വെച്ച മാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് തിക്കായിട്ട് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. 10-15 മിനിറ്റോളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക്, നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുന്നുണ്ട്. 1/2 കപ്പോളം നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ക്രീമി ബീഫ് മാരോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.